നിലനിൽക്കുകയും ചെയ്യുന്ന റസൂലുള്ളാഹിയുടെ നൂറാനിയത്തിൽ നിന്ന് വന്നു ചേർന്ന റസൂലുള്ളാഹിന്റെ അഹ്വാലുകളെ മുഴുവൻ ഉൾക്കൊണ്ടിട്ടുള്ള ആരിഫായ വലിയായിരിക്കും ഈ രൂപത്തിൽ ശൈഖാവുന്ന ആള്. ഇങ്ങനെയുള്ള ശൈഖുമാർ ഇന്നുണ്ടോ എന്നാണല്ലോ നിങ്ങളുടെ ചോദ്യം. സയ്യിദി അബ്ദുൽ അസീസ് ദബ്ബാഗ് പറയുന്നു, വഅമ്മാ ഖൗലുക്കും ഫഅയ്യിനൂഹു ലനാ ഫീ അയ്യി ഇഖ്ലീമിൻ ഔ ബലദിൻ. ഇത്തരക്കാർ ഇന്നുണ്ടെങ്കിൽ ഏത് ജില്ലയിലാണ്, ഏത് രാജ്യത്തിലാണ്, നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി തരണം എന്നാണല്ലോ നിങ്ങളുടെ ചോദ്യം. ഫജവാബുഹു, അതിന്റെ മറുപടി ഇന്നില്ല എന്നല്ല. സറൂഖ് പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കല്ല. ഇബ്രീസിൽ ആ പേജിൽ തന്നെ പറയാണ് ഫജവാബുഹു, അതിന്റെ മറുപടി അന്നൽ മൗസൂഫൽ മദ്കൂറ, നേൽ പറയപ്പെട്ട സിഫത്തുകളുള്ളവർ, റസൂലുള്ളാഹിന്റെ അഹ്വാലുകളെ കവർന്നെടുത്ത ആരിഫുകളായ പരിപൂർണ ഔലിയാക്കൾ മുതഅദ്ദിദുൻ, എണ്ണമറ്റവരാണ്. വൽഹംദുലില്ലാഹി ഫിൽ ബിലാദി വൽ ഇബാദ്, അല്ലാഹുവിന്റെ അടിമകളിൽ, അല്ലാഹുവിന്റെ രാജ്യങ്ങളിൽ അല്ലാഹു അനുഗ്രഹിച്ചിട്ട് എണ്ണമറ്റവർ ഇന്നുമുണ്ട്. ഫലാ തഖ്റുജു അൻ അഹ്ലിസ് സുന്നത്തി വൽ ജമാഅ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് ഒരിക്കലും അത് പുറത്തു പോവുകയില്ല. വത്ലുബുഹു, നീ അത്തരക്കാരെ അന്വേഷിക്കുക. തജിദുഹു, നിനക്ക് അവരെ കണ്ടെത്താൻ കഴിയും. ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അപ്പം രാജ്യത്ത് അല്ലാഹുവിന്റെ അടിമകളിൽ അൽഹംദുലില്ലാ ഈ വസ്ഫുള്ള മശായിഖന്മാർ എണ്ണമറ്റവരായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദി ഹാഫിദ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഇബ്രീസിൽ സയ്യിദി അബ്ദുൽ അസീസ് ദബ്ബാഗിന്റെ ലഫ്ളായിട്ട് അവരുടെ സംസാരമായിട്ട് പറയുകയാണ്. ഹിജ്റ 1155. അപ്പൊ ഇബ്നു അജീബയും പറഞ്ഞിട്ടുണ്ട്, ഇബ്രീസിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പല കിതാബിലും മുറബിയായ മശായിഖ്മാർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഹഖിന്റെ അഹ്ലുകാർ മുറബിയായ മശായിഖന്മാരെ കണ്ടെത്താൻ ശ്രമിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യുന്നതിന് എന്തിനാണ് വിലങ്ങുതടിയാകുന്നത്? വൈജ്ഞാനികമായ ഒരു അഴിമതി നടത്തിക്കൊണ്ടല്ലേ ഇതൊക്കെ സമർത്ഥിക്കുന്നത്? വേദനയുണ്ട്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തരീഖത്ത് എന്ന പുസ്തകം എഴുതി മുറബിയായ മശായിഖന്മാർ ഇല്ലെന്ന് വരുത്താൻ എന്തുമാത്രം കള്ളക്കളികൾ കളിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്റെ പുസ്തകത്തിന്റെ 86-ാം പേജിൽ തെർബിയത്തിന്റെ തിരോധാനം നടന്നതായി അഹ്മദ് സുറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഹിജ്റ 824 ആണ്. അതിനുശേഷം ഇല്ലാന്നാണ് അഹ്മദ് സുറൂഖ് പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം തന്നെ തന്റെ പുസ്തകത്തിൽ 24 വർഷം ഒന്നുകൂടി കുറച്ചു. അദ്ദേഹം 98-ാം പേജിൽ എഴുതുകയാണ്, ഇമാം അഹ്മദ് സുറൂഖിന്റെ വീക്ഷണ പ്രകാരം തെർബിയത്തിന്റെ ശൈഖുമാർ ഹിജ്റ 800-ൽ തന്നെ തിരോധാനം കൊണ്ടിട്ടുണ്ട്. 824 മൂപ്പര വക ഒരു 24 വർഷവും കൂടി പിന്നെയും കുറച്ചു. എന്നിട്ട് വ്യക്തമായിട്ട് എഴുതുകയാണ്, അദ്ദേഹം എഴുതുന്നു കാന്തപുരം, വസ്തുത ഇതായിരിക്കെ മുറബിയായ ശൈഖ് എന്നത് ഇക്കാലത്ത് സ്വപ്നം മാത്രമാണ്. എന്താണ് ഈ പറയുന്നത്? എന്നിട്ട് മനുഷ്യറാഞ്ചി പക്ഷിയെ പോലെയാണ്, അങ്ങനെയൊന്നും ഉണ്ട് എന്ന് പറയുന്നു, ആരും കണ്ടവരില്ല, ഇല്ലെന്ന് പറയാൻ രേഖയുമില്ല, ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യനെ റാഞ്ചുമെന്ന് കരുതാനും വകയില്ല. അതുകൊണ്ട് കാന്തപുരത്തിന്റെ പ്രസ്താവനയാണ് മുറബിയായ ശൈഖ്. വസ്തുത ഇതായിരിക്കെ മുറബിയായ ശൈഖ് എന്നത് ഇക്കാലത്ത് സ്വപ്നം മാത്രമാണ്. അതിനാരൊക്കെ കൂട്ടുപിടിക്കുന്നത്? ഇബ്രീസിൽ സുറൂഖിന്റെ പ്രസ്താവത്തെ ന്യായീകരിക്കുന്നതാണ് നാം കാണുന്നത്. ഏത് ഇബ്രീസിലാണ് ഈ പറയുന്നത്? ഇബ്രീസിൽ സയ്യിദി അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറയുന്നത് മുറബിയായ ശൈഖ് മാത്രമല്ല, അവരെക്കാളും മുകൾ പദവിയിലുള്ള അൽ ഖുതുബും അൽ ഗൗസും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. സയ്യിദന ഈസ അലൈഹിസ്സലാം വരുന്നത് വരെ അത് തുടരും എന്നാണ് എഴുതി വെച്ചത്. ഇബ്രീസിന്റെ എത്ര ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വലിയ എല്ലാവരും അശൈഖുൽ മുർഷിദ് ആയിക്കൊള്ളണമെന്നില്ല, അശൈഖുൽ മുറബി ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ അൽ ഖുതുബ് അതിന്റെയും മുകളിലുള്ള പദവിയാണ്, അതിന്റെയും മുകളിലുള്ള പദവിയാണ് അൽ ഗൗസ്. പിന്നെയുമുണ്ട് അൽ ഗൗസുൽ ഫർദുൽ ജാമിഅ. ബഹുമാനപ്പെട്ട സയ്യിദി അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലദീന സാല അഖ്ലുഹും ബിൽ ഫത്ഹി ഹും മിനൽ ഔലിയാഇൽ കിറാം. ഫത്ഹ് ലഭിച്ചപ്പോൾ അഖ്ല് നീങ്ങിപ്പോയ ആളുകൾ, മജ്ദൂബുകൾ എന്നും അവരെ കുറിച്ച് പറയാറുണ്ട്, അവരൊന്നും ഗൗസ് ഖുതുബ് മഖാമിൽ ഉണ്ടാവുകയില്ല. വലാ യകൂനു മിൻഹും ഗൗസും വലാ ഖുതുബും.
മജ്ദൂബിന്റെ മക്കാം അവസ്ഥയിലുള്ളവർ ഗൗസ് ഖുതുബ് എന്ന മക്കാമിലേക്ക് എത്തുകയില്ല. എന്തുകൊണ്ട്? തസറുഫിന്റെ അഹ്ലുകാരാണ് ഖുതുബ് ഗൗസ് എന്ന് പറയുന്നവരൊക്കെ. തസറുഫ് അവരുടെ കയ്യിൽ കൊടുക്കാൻ വയ്യ, അതുകൊണ്ട് അവർക്ക് അല്ലാഹു തആല ആ സ്ഥാനം കൊടുക്കൂല. എന്നാൽ അവസാന നാളിനോടടുക്കുമ്പോൾ അൽ ഗൗസ് എന്ന പദവി മജ്ദൂബുകളുടെ കയ്യിലേക്ക് അല്ലാഹു തആല ഏൽപ്പിക്കും എന്ന് ഇമാം അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഹത്താ യുരീദുല്ലാഹു തആല ഫുറൂജ الدجال فيجعل التصرف في يد هذه الطائفة. അഖ്ല് പോയ ഔലിയാക്കളായ മഹാന്മാരുടെ കയ്യിലേക്കാണ് തസറുഫ് ദജ്ജാലിന്റെ കാലത്ത് കൊടുക്കുക. വയകൂനുൽ ഗൗസു മിൻഹും ഫയഫ്സുദുൽ ഹാലു. അന്ന് അൽ ഗൗസ് എന്ന ആ പദവി തസറുഫിന്റെ അധികാരമുള്ള വലിയായിട്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് വരിക. വയഖ്തല്ലു നിവാമു എന്ന് പറഞ്ഞുകൊണ്ട് വഫീ മുദ്ദത്തി തസറുഫിഹിം യഖ്റുജു ദജ്ജാലു. അപ്പോഴ് ദജ്ജാല് വരുന്നത് വരെ ഔലിയാക്കൾ വരുമെന്നും അവരുടെ കാലം വരെ അൽ ഖുതുബാനിയത്ത് നിലനിൽക്കുമെന്നും വ്യക്തമായി പറഞ്ഞ കിതാബാണ് ഇബ്രീസ്. എന്നല്ല, ഈ കളവ് പറഞ്ഞാൽ ആർക്കാ വിശ്വസിക്കാൻ കഴിയ? അൽ ഹാഫിദ് അഹ്മദ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആണ് ഈ കിതാബ് ഉണ്ടാക്കിയത്. അത് 1155 അദ്ദേഹം വഫാത്തായത്. അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ് സയ്യിദി അബ്ദുൽ അസീസ് ദബ്ബാഗ്. അദ്ദേഹം വഫാത്താകുന്നത് 1131. അദ്ദേഹത്തെ പറ്റിയിട്ട് അഹ്മദ് ഇബ്നുൽ മുബാറക് പറയുന്നത് അൽ വലിയുൽ കാമിൽ അൽ ഗൗസുൽ ഹാഫിൽ ഖുതുബുസ് സാലിക്കീൻ അൽ മുഹമ്മദി അൽ ആലവി അൽ ഹസനി എന്നാണ്. ഹിജ്റ 800 ശേഷം 824 ശേഷവും. എന്നിട്ട് ഇബ്രീസിന്റെ പേരും പറഞ്ഞിട്ടല്ലേ ഈ ശുദ്ധമായ അവാസ്തവം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പുസ്തകത്തിലൂടെ എഴുതിവിട്ടത്. ഇതൊക്കെ ആരെ തൃപ്തിപ്പെടുത്താനാണ്? തന്റെ പേരിൽ അച്ചടിച്ച് ഇറങ്ങുന്ന പുസ്തകം, താൻ എഴുതിയ പുസ്തകം, താൻ പഠനം നടത്തി അവതരിപ്പിച്ച പുസ്തകം ഒരു തവണ പോലും താൻ വായിക്കാതെ ആയിപ്പോയോ എന്നാണ് ഇപ്പൊ വായനക്കാർക്ക് സംശയം. ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഖുതുബുസ് സാലിക്കീൻ അൽ മുഹമ്മദി അൽ മഖാമുൽ മുഹമ്മദി പ്രാപിച്ച ആളാണ്. അദ്ദേഹം വഫാത്താകുന്നത് ഞാൻ പറഞ്ഞു 1131 എന്നല്ല. അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു അൽ ഖുതുബാണ് അൽ ഗൗസാണ് എന്ന് മറ്റു പലരും പറഞ്ഞിട്ടുണ്ട്, മറ്റ് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ അലിയുൽ ഹസൻ അൽ ഫാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തബഖാത്തു ഷാദിലിയ്യ എന്ന കിതാബ് 1347 അദ്ദേഹം വഫാത്തായത്. മുറബ്ബിയായ കുറേ മശായിഖന്മാർ 1000 ശേഷം വന്നവരെ പറ്റി പേരെടുത്ത് ചരിത്രം പറഞ്ഞിരിക്കുന്നു തബഖാത്തു ഷാദിലിയ്യ അൽ കുബ്ര എന്ന കിതാബിൽ. അദ്ദേഹവും പറയുന്നുണ്ട് അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു അൽ വലിയുൽ കാമിൽ അൽ ഗൗസുൽ ഹാഫിൽ എന്ന്. അപ്പോൾ ഇതൊരിക്കലും പറയാൻ കഴിയില്ല. ഇനി അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു മാത്രമല്ല, പലരും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു വ്യക്തമായി തബഖാത്തുൽ കുബ്രയിൽ അദ്ദേഹം 973 വഫാത്തായത്, 824 ശേഷമല്ലേ അത്. എന്നിട്ട് എത്ര മഹാന്മാരെ പറ്റി പറയുന്നുണ്ട് വ്യക്തമായി. മൗലാന ശംസുദ്ദീൻ മുഹമ്മദുൽ ഹനഫി റളിയല്ലാഹു അൻഹു ഹിജ്റ 847 അപ്പൊ സറൂഖിന്റെ വാക്കിന്റെ ശേഷമാണ്. സറൂഖ് റളിയല്ലാഹു അൻഹു ആ പറഞ്ഞതിന് അതിന്റേതായ അർത്ഥമുണ്ട്. അത് ഇബ്രീസിലൊക്കെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സയ്യിദി അഹ്മദ് ഖ്വാശാലിയാത്തി റളിയല്ലാഹു അൻഹുവും അതിന്റെ വിവക്ഷ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മുഹമ്മദുൽ ഹനഫി റളിയല്ലാഹു അൻഹു മുറബ്ബിയായ ശൈഖാണെന്നും അൽ ഖുതുബാനിയ്യത്ത് പദവിയിൽ 46 വർഷത്തിലധികം കഴിഞ്ഞുകൂടിയ ആളാണെന്ന് ഇമാം ഷാറാനി തന്റെ തബഖാത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം വഫാത്താകുന്നത് 847 അതുപോലെ എല്ലാവരും പറയുന്നുണ്ട്. ദുററുൽ ഗവാസ് എന്ന കിതാബിൽ സയ്യിദി ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു തന്റെ ഗുരുനാഥനായ സയ്യിദി അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. എന്ത്? ഖുതുബിയ്യത്ത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ ലോകത്തൊക്കെ നടന്നു നോക്കിയിട്ടും എനിക്ക് പറ്റിയ ഒരു ഖുതുബിനെയും ഒരു മുറബ്ബിനെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞോളൂ. ഈ പറയുന്നവർ തന്നെയാണല്ലോ ഖദരിയത്തും നഖ്ശബന്ദിയത്തും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അത് അതിനേക്കാളും വലിയ തമാശയാണ്. തരീഖത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മുറബ്ബിയായ ഷെയ്ഖാണെന്ന് മനസ്സിലാക്കണം എന്നും പറഞ്ഞത് കാന്തപുരം തന്നെയാണ്. ആ കാന്തപുരം തന്നെയാണ് എഴുതുന്നത് മുറബ്ബിയായ ഷെയ്ഖ് എന്നത് ഇക്കാലത്ത് സ്വപ്നം മാത്രമാണ്.
കാന്തപുരം എഴുതി വെച്ചതാണ്. സയ്യിദി അലിയിൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വസഅൽതുഹു റളിയല്ലാഹു അൻഹു അനിൽ ഖുത്ബിയ്യ. അൽ ഖുത്ബാനിയ്യത്ത് മഖാം ഒരാൾ ഇത്ര വർഷം നിൽക്കണം, എത്ര കൊല്ലമാണ് ഒരാൾക്ക് ഉണ്ടാവുക, അതിനെപ്പറ്റി വിശദമായ ചർച്ച നടത്തിയതിന് ശേഷം പറയുന്നു, അവ്വലുൽ ഖുലഫാ ആണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, അദ്ദേഹമാണ് അവ്വലുൽ അഖ്താബ്. എന്നിട്ടോ ആ പദവി അന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് 824 തീർന്നു, 800 തീർന്നു, സ്വപ്നജീവിയാണ് എന്നല്ല പറഞ്ഞത്. വസ്തമറത്തിൽ ഖുത്ബിയ്യത്തു ബഅദഹു ഇലാ ളുഹൂരിൽ മഹ്ദി. ഇമാം മഹ്ദി അലൈഹിസ്സലാം വരുന്നത് വരെ അൽ ഖുത്ബിയ്യത്ത് തുടർന്നു